നമസ്കാരം. മാധ്യമജാലകത്തിന്റെ 404-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫ്ലെമിംഗോ എന്ന പക്ഷി അൽബേനിയയിൽ ഇന്നൊരു ജനകീയ പ്രക്ഷോഭത്തിന്റെ മുഖമായി മാറിയിരിക്കുകയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പേരിൽ ആരംഭിച്ച പ്രതിഷേധം ഇപ്പോൾ ഭരണകൂടത്തിന്റെ അഴിമതിക്കും കോർപ്പറേറ്റ് സ്വാധീനത്തിനുമെതിരായ ശക്തമായ ജനകീയ മുന്നേറ്റമായി വളർന്നിരിക്കുകയാണ്. ഫ്ലെമിംഗോ വിപ്ലവം എന്നറിയപ്പെടുന്ന ഈ പ്രക്ഷോഭത്തെക്കുറിച്ച് ശ്രീലക്ഷ്മി തയ്യാറാക്കിയ റിപ്പോർട്ട്. ഒരു പക്ഷിയുടെ ചിത്രം ലോകത്തെ പ്രമുഖമായ ഒരു ജനാധിപത്യ പ്രക്ഷോഭത്തിന്റെ ഔദ്യോഗിക ചിഹ്നമായി മാറുന്ന അപൂർവ കാഴ്ചയ്ക്കാണ് നിലവിൽ യൂറോപ്പ് സാക്ഷ്യം വഹിക്കുന്നത്. അൽബേനിയയിൽ ഭരണകൂടത്തിന്റെ കോർപ്പറേറ്റ് പ്രീണന നയങ്ങൾക്കെതിരെ നടക്കുന്ന ബഹുജന മുന്നേറ്റം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഫ്ലെമിംഗോ റെവല്യൂഷൻ എന്ന പേരിൽ അടയാളപ്പെട്ടു കഴിഞ്ഞു. കേവലം ഒരു പ്രാദേശിക പരിസ്ഥിതി ജാഗ്രത എന്നതിനപ്പുറം രാജ്യത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അഴിമതിക്കെതിരെയുള്ള അതിശക്തമായ ജനകീയ പ്രതിരോധമായി ഈ സമരം എങ്ങനെയാണ് മാറിയതെന്ന് നോക്കാം. അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ മരുമകനും വ്യവസായമായ ജാരഡ് കൃഷ്ണറുടെ നേതൃത്വത്തിലുള്ള അഫിനിറ്റി പാർട്ട്നേഴ്സ് എന്ന നിക്ഷേപ കമ്പനി അൽബേനിയയിൽ പ്രഖ്യാപിച്ച വൻകിട ലക്ഷറി ടൂറിസം പദ്ധതിയാണ് ഈ തർക്കങ്ങൾക്ക് ആധാരം. അൽബേനിയയിലെ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള വിയോസ നാർട്ട തീരപ്രദേശത്തും സാസൻ ദ്വീപിലുമായി കോടിക്കണക്കിന് ഡോളർ ചിലവഴിച്ചുള്ള ആഡംബര വില്ലകളും റിസോർട്ടുകളുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഈ മെഗാ പ്രൊജക്ടിന് അനുമതി നൽകുന്നതിനായി അൽബേനിയൻ സർക്കാർ തങ്ങളുടെ ദീർഘകാല പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങളിൽ ഭേദഗതി വരുത്തിയത് വലിയ നിയമവിരുദ്ധ അഴിമതി ആരോപണങ്ങൾക്ക് വഴിതുറന്നു. പ്രതിഷേധക്കാർ ഫ്ലെമിംഗോ അഥവാ രാജഹംസത്തെ തങ്ങളുടെ സമരത്തിന്റെ പ്രതീകമായി തിരഞ്ഞെടുത്തതിന് പിന്നിൽ കൃത്യമായ ശാസ്ത്രീയവും ദാർശനികവുമായ കാരണങ്ങളുണ്ട്. പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്ന വിയോസ നാർട്ട തണ്ണീർത്തടങ്ങൾ ആഗോളതലത്തിൽ വംശവർദ്ധനവിനായി പിങ്ക് ഫ്ലെമിംഗോകൾ കൂട്ടത്തോടെ ആശ്രയിക്കുന്ന പ്രധാന ഇടങ്ങളിൽ ഒന്നാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ പക്ഷികളുടെയും 200-ലധികം വരുന്ന മറ്റ് അപൂർവ പക്ഷിവർഗങ്ങളുടെയും ആവാസ വ്യവസ്ഥയെ പൂർണ്ണമായി തകർക്കും. തങ്ങളുടെ സ്വാഭാവിക പ്രകൃതിയെയും സഹജീവികളെയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമരക്കാർ ഫ്ലെമിംഗോയെ നെഞ്ചിലേറ്റിയത്. പ്രകൃതിയിൽ ഫ്ലെമിംഗോകൾ പുലർത്തുന്ന ഒരു സവിശേഷമായ അതിജീവന തന്ത്രമുണ്ട്. ഒരു വേട്ടക്കാരനോ ശത്രുവോ ആക്രമിക്കാൻ വരുമ്പോൾ അവ ഒറ്റപ്പെട്ടല്ല പ്രതിരോധിക്കുന്നത്. പകരം ആയിരക്കണക്കിന് പക്ഷികൾ ഒരൊറ്റ കൂട്ടമായി അണിനിരന്ന് ശത്രുവിനെ ഭയപ്പെടുത്തി ഓടിക്കുന്നു. ഈ സവിശേഷതയെ സമരക്കാർ തങ്ങളുടെ ഐക്യദാർഢ്യത്തിന്റെ പ്രതീകമാക്കി മാറ്റി. ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും കോർപ്പറേറ്റുകളുടെ ഭാഗത്തു നിന്നും എത്ര വലിയ അടിച്ചമർത്തലുകൾ ഉണ്ടായാലും ജനങ്ങൾ ഒരൊറ്റ കൂട്ടമായി ഉറച്ചു നിന്നാൽ അതിനെ മറികടക്കാൻ സാധിക്കുമെന്ന വലിയൊരു സന്ദേശമാണ് ഈ ചിഹ്നം നൽകുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിൽ നിർമ്മാണ കമ്പനി തീരപ്രദേശത്ത് അതിരുകൾ സ്ഥാപിക്കാൻ തുടങ്ങിയതോടെയാണ് ജനങ്ങൾ നേരിട്ടുള്ള സമരത്തിലേക്ക് നീങ്ങിയത്. തുടർന്ന് നിർമ്മാണ സ്ഥലത്തുണ്ടായ സുരക്ഷാ ജീവനക്കാരുടെ അക്രമങ്ങളും അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയായതും പ്രതിഷേധത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. പരിസ്ഥിതി സംരക്ഷണാർത്ഥം ആരംഭിച്ച പ്രക്ഷോഭം ഇന്ന് രാഷ്ട്രീയ പ്രക്ഷോഭമായി രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. വിവാദ പദ്ധതി പൂർണ്ണമായും റദ്ദാക്കുക, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നിയമവ്യവസ്ഥയെ അട്ടിമറിച്ച പ്രധാനമന്ത്രി എഡ്ഡി രാമ രാജിവെക്കുക എന്നിവയാണ് സമരക്കാരുടെ പ്രധാന ആവശ്യങ്ങൾ. യൂറോപ്യൻ യൂണിയൻ അംഗത്വത്തിനായി ശ്രമിക്കുന്ന അൽബേനിയയ്ക്ക് മേൽ അന്താരാഷ്ട്ര തലത്തിൽ പരിസ്ഥിതി മാനദണ്ഡങ്ങൾ പാലിക്കാനുള്ള സമ്മർദ്ദവും ഏറുകയാണ്. പണക്കൊഴുപ്പിനും രാഷ്ട്രീയ സ്വാധീനത്തിനുമെതിരെ സാധാരണക്കാരായ ജനങ്ങൾ ഫ്ലെമിംഗോ കൂട്ടത്തെ പോലെ ഒന്നിച്ചു നടത്തുന്ന ഈ പോരാട്ടം സമകാലിക ലോക ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഒരു പരിസ്ഥിതി രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുകയാണ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ CJPയുടെ നേതൃത്വത്തിൽ നടന്ന യുവജനങ്ങളുടെ സമരത്തിന്റെ പര്യവസാനവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വന്ന വാർത്തകളെക്കുറിച്ചാണ് വാക്കിലെ ശരിയിൽ SD പ്രിൻസ് പറയുന്നത്. രാജ്യത്തിനകത്തും പുറത്തും ജനശ്രദ്ധയും മാധ്യമശ്രദ്ധയും നേടിയ ഒരു സമരമായിരുന്നു CJP എന്ന കോക്രോച്ച് ജനതാ പാർട്ടി ഡൽഹിയിൽ നടത്തിയത്. യുവതലമുറയുടെ ആഴ്ചകൾ നീണ്ട ഈ സമരത്തിന് പല സ്ഥലത്തു നിന്നായി അനുദിനം പിന്തുണ വന്നുകൊണ്ടേയിരുന്നു.
അത് നേരിട്ടും മാധ്യമങ്ങളിലൂടെയും പിന്തുണ വരുന്നത് കാണാനുണ്ടായിരുന്നു. സമരത്തിലൂടെ ഉന്നയിക്കപ്പെട്ട വിഷയത്തിൻ്റെ പ്രസക്തിയും ജൻസി അഥവാ യുവതലമുറയുടെ നിശ്ചയദാർഢ്യവും എല്ലാം ചേർന്നപ്പോൾ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും അനുതാപപൂർണമായ ഒരു സമീപനം ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പാറ്റകളുടെ സമരം എല്ലാ ദിവസവും ഒന്നാം പേജിൽ തന്നെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഒടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയോടെ കാര്യങ്ങൾ പര്യവസാനിച്ചപ്പോൾ മലയാള മനോരമ അതിനെ ഒരു വലിയ വാർത്തയായിട്ട് എഴുതിയിരുന്നത് ജൻ സിന്ദാബാദ് എന്നായിരുന്നു. അതിനകത്ത് സിന്ദാബാദും ഉണ്ട്, ജൻസി എന്ന പ്രയോഗവുമുണ്ട്. എങ്ങനെയൊക്കെ ഹിറ്റടിച്ചാലും പിൻവാങ്ങില്ല എന്ന നിശ്ചയദാർഢ്യത്തോട് നിന്നിയ പാർട്ടികൾ സൂപ്പർ ഹിറ്റ് എന്നാണ് മലയാള മനോരമയിൽ കണ്ട ഒരു ലീഡ്. ന്യൂ ജനാധിപത്യം എന്ന് ഒരു വലിയ ശീർഷകം കണ്ടു. അവിടെ സാധാരണമായിട്ട് എഴുതുന്ന ജനാധിപത്യമല്ല, ജൻ എന്നതിൻ്റെ ജനാധിപത്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യുവജന ഗണമന ജയ ഹേ എന്നും ഒരിടത്ത്. കേരള കൗമുദിക്ക് അത് ജൻസി തിരയായിട്ടാണ് വന്നത്. ദേശാഭിമാനി പറഞ്ഞത് ഇതാ ഇന്ത്യ എന്നാണ്. അതായത് ഇന്ത്യയുടെ വരാനിരിക്കുന്ന ചിത്രം എന്നുള്ള നിലയ്ക്കാണ്, ഭാവി ഇന്ത്യയുടെ ഒരു ചിത്രം എന്ന നിലയ്ക്ക് ആണ് ആ ശീർഷകം വരുന്നത്. കീഴടങ്ങി കേന്ദ്രം പാറ്റ ഏറ്റു എന്നായിരുന്നു മാധ്യമത്തിൽ കണ്ട വലിയ ശീർഷകം. അവിടെ പറയുന്നത് പാറ്റകളുടെ ചിറകടി കണ്ട് വിറച്ച് കേന്ദ്രം മന്ത്രിയെ കൊണ്ട് രാജിവെപ്പിച്ചു എന്നാണ്. ഈ സമരത്തിൻ്റെ വിജയത്തിൽ ആഹ്ലാദിക്കുന്ന വണ്ണം ഒരു മുഴുവൻ പേജ് ഇവർക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ടാണ് മാതൃഭൂമി വന്നത്. ജയിച്ച് നമ്മൾ എന്നാണ് അവിടെ കണ്ട വലിയ ശീർഷകം. ഒരു വാക്ക് കാവ്യ നിറത്തിൽ, മറ്റേത് പച്ച നിറത്തിൽ. ജനാധിപത്യ ഇന്ത്യക്ക് ഒരു സാമൂഹിക പാഠം എന്നായിരുന്നു അവിടെ കണ്ടത്. എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കപ്പെടുന്നു, ഒരു സമരം അന്തസ്സോടെ അവസാനിക്കുന്നു എന്നാണ് പത്രം എഴുതിയിരുന്നത്. എന്ന് മാത്രമല്ല, നീറ്റ് പരീക്ഷകൾ തുടങ്ങിയ ഒരു സമരമായതുകൊണ്ടാവാം എഴുതിയ പരീക്ഷകളെക്കാളൊക്കെ വലിയ പരീക്ഷ ജയിച്ച് ഇന്ത്യൻ യുവത എന്നും അവിടെ എഴുതിയിട്ടുണ്ട്. ജയിച്ച് നമ്മൾ എന്നെഴുതുന്നതിനകത്തുള്ള മലയാളത്തിൻ്റെ ശൈലിയുടെ കാര്യത്തിലെ ഒരു സംശയം വന്നു. എഴുതുമ്പോൾ ജയിച്ചു നമ്മൾ എന്നായിരുന്നു വേണ്ടിയിരുന്നതെന്ന് ഭാഷ അറിയുന്നവർ പറയുന്നുണ്ട്. ഇതൊരു പുതിയ ശൈലിയായിരിക്കാം. ടൈംസ് ഓഫ് ഇന്ത്യയിൽ മറ്റൊരു രീതിയിലാണ് ഈ വാർത്ത വന്നത്. ജൻസി ഫോഴ്സസ് ഡി പി ചേഞ്ച്. ഡി പി എന്നത് ധർമ്മേന്ദ്ര പ്രധാൻ എന്നാവാം. ഇൻ്റർനെറ്റിൽ ഡി പി എന്ന് പറയുന്നത് ഡിസ്പ്ലേ പിക്ചറാണ്. നമ്മൾ പ്രൊഫൈൽ പിക്ചർ എന്നൊക്കെ ഇടുമല്ലോ. ഒരു രീതിയിൽ നോക്കിയാൽ മന്ത്രിയുടെ പടം മാത്രം മാറി മറ്റു കാര്യങ്ങൾക്ക് വലിയ മാറ്റമില്ല എന്ന് വേണമെങ്കിലും പറയുന്നതായിട്ട് നമുക്ക് തോന്നാം. ഇംഗ്ലീഷിൽ എഴുതുന്ന പത്രങ്ങളിൽ ചിലപ്പോൾ ഈ ചുരുക്കത്തിൽ ഓരോന്നും എഴുതുന്നത് നമ്മൾ അത്ഭുതപ്പെടുത്താറുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഈ വാർത്തയോടൊപ്പം കണ്ട ഒരു പ്രയോഗം എന്താണെന്ന് ഒന്നുകൂടി നോക്കേണ്ടി വന്നു. അവിടെ കാണുന്നത് ബിൽ ഇൻ പാർലമെന്റ് എന്നാണ്. അതായത് ബിൽ ഇൻ പാർലമെൻറ്റ് ഓൺ മൺഡേ എന്നാണ് നമ്മൾ വായിക്കേണ്ടത്. പക്ഷേ ഈ പറയുന്ന കൂട്ടിച്ചേർക്കാനുള്ള വാക്കുകളൊന്നുമില്ല. 4 വാക്ക് വെച്ച് ഒരു ചുരുക്കത്തിൽ ഒരു ലീഡ് പോലെ അവിടെ എഴുതിയിട്ടുള്ളതാണ്. ഐതിഹാസികം എന്നൊക്കെ എല്ലാവരും വിശേഷിപ്പിച്ച ഈ സമരം നടന്നത് ഡൽഹിയിലെ ജന്തർ മന്ദറിലായിരുന്നു എന്ന് ഏവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ജന്തർ മന്ദർ എന്ന പ്രയോഗം പത്രങ്ങളിലൊക്കെ ദിവസവും വന്നുകൊണ്ടിരുന്നു. കല്ലുകൊണ്ട് നിർമ്മിച്ച ജ്യോതിശാസ്ത്ര ഉപകരണങ്ങളുടെ ഒരു സമുച്ചയം, അതാണ് ജന്തർ മന്ദർ. ജന്തർ മന്ദർ എന്ന വാക്ക് വരുന്നത് യന്ത്രത്തിൽ നിന്നും മന്ത്രത്തിൽ നിന്നുമാണ്. ജന്തർ എന്നത് യന്ത്രം എന്നതിൻ്റെ ഒരു രൂപം, മന്ദർ എന്നത് മന്ത്രയുടെ മറ്റൊരു രൂപം. ഡൽഹി ഉൾപ്പെടെയുള്ള 4 നഗരങ്ങളിൽ, അതായത് ഉജ്ജയിൻ, വാരണാസി, ജയ്പൂർ, ഇവിടങ്ങളിലാണ് ജന്തർ മന്ദർ ഉള്ളത്. സമയം കൃത്യമായി അറിയാനും ഗ്രഹങ്ങളുടെ നില അറിയാനുമൊക്കെ ഉള്ള ഒരു സംവിധാനമാണ്. യന്ത്രവും മന്ത്രവും ചേർന്ന ഒന്നായതുകൊണ്ട് എഴുതുന്നത് ജന്തർ മന്തർ എന്നാണ്. രണ്ടിടത്തും പന്ത് എന്ന വാക്കിനകത്ത് വരുന്ന ന്താണ് ഉപയോഗിക്കേണ്ടത്. ഒരു പത്രത്തിൽ മാത്രം മന്ദർ എന്നതിന് മന്ദിരത്തിൻ്റെ ന്ത ഉപയോഗിച്ച് കണ്ടു. കണ്ടാൽ മന്ദിരം പോലെ എന്ന് തോന്നിയതുകൊണ്ടാണോ എന്നറിയില്ല അങ്ങനെ എഴുതിയിട്ടുള്ളത്. എന്തായാലും അങ്ങനെയല്ല എഴുതേണ്ടതെന്ന് ഹിന്ദിയിലുള്ള അതിൻ്റെ എഴുത്ത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഒരു മന്ത്രി രാജിവെക്കുന്നതും അടുത്തയാൾ ചുമതലയേക്കുന്നതുമൊക്കെ സാധാരണമായിട്ട് വലിയ വാർത്തയെ തന്നെയാണ് വരുന്നത്. ഇവിടെ പാറ്റകളുടെ സമരത്തെ തുടർന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മാതിരി അടുത്തൊരാൾ വന്നു. ആളിൻ്റെ പേര് പ്രഹ്ലാദ് ജോഷി എന്ന്. പക്ഷേ ഈ പ്രഹ്ലാദ് എന്ന പേര് അത്ര പരിചിതമല്ലാത്തതുകൊണ്ടാവാം പലരും പ്രഹ്ലാദ് എന്ന് പറയാനും എഴുതാനും തുടങ്ങി. എങ്കിലും നമ്മുടെ മിക്ക പത്രങ്ങളും പ്രഹ്ലാദ് എന്ന് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. എന്നാൽ ഒരു പ്രമുഖ പത്രത്തിൽ 2 ദിവസമായി പ്രഹ്ലാദ് ജോഷി എന്നാണ് കാണുന്നത്. പ്രഹ്ലാദം എന്ന് പറയുന്നത് വലിയ ആഹ്ലാദം എന്നാണ്. പേര് തെറ്റിച്ച് പറയുന്നതിൽ എന്താണ് ഇത്ര ആഹ്ലാദം എന്ന് മനസ്സിലാകുന്നില്ല. സാധാരണമായി മന്ത്രിമാരുടെയും ഗവർണർമാരുടെയും ഒക്കെ പേര് വരുമ്പോൾ അത് ഉറപ്പിക്കാനായിട്ട് അവരുടെ വെബ്സൈറ്റിൽ നോക്കാറുണ്ട്. പാർലമെൻറ്റ് അംഗങ്ങളാകുമ്പോൾ പാർലമെൻറ്റിലെ സൈറ്റിൽ എന്താണ് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കുന്നത് ഒരു പതിവാണ്.
പാർലമെൻറ്റിൻ്റെ വെബ്സൈറ്റിലും ഈ പ്രഹ്ലാദ് ജോഷിയുടെ വെബ്സൈറ്റിലും അദ്ദേഹത്തിൻ്റെ പേര് പ്രഹ്ലാദ് എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. നമ്മളായിട്ട് അത് പ്രഹ്ലാദമാക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? ഡൽഹിയിൽ CJP നടത്തിയ സമരവുമായി ബന്ധപ്പെട്ട വാർത്താ ചിത്രങ്ങളെക്കുറിച്ച് B. ചന്ദ്രകുമാർ സംസാരിക്കുന്നു. ചിത്രജാലകത്തിലേക്ക് സ്വാഗതം. യുവ സമരനായകനും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകനുമായ അഭിജിത്ത് ദീപ്കയുടെ ചിത്രങ്ങളാണ് പോയ വാരം ലോകമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത്. അദ്ദേഹത്തിൻ്റെ പാർട്ടി ഡൽഹി ജന്തർ മന്ദിറിൽ ആരംഭിച്ച സമരം, അതിൻ്റെ പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി. അത് ലക്ഷ്യം കണ്ടപ്പോൾ അദ്ദേഹവും സഹപ്രവർത്തകരും സന്തോഷം പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾ മിക്ക പത്രങ്ങളും ഒന്നാം പേജിൽ തന്നെ കൊടുത്തു. പൂനെയിൽ നിന്ന് ജേർണലിസവും അമേരിക്കയിൽ നിന്ന് പബ്ലിക് റിലേഷനിൽ ബിരുദാനന്തര ബിരുദവും നേടിയ മഹാരാഷ്ട്ര സ്വദേശിയാണ് അഭിജിത്ത് ദീപ്കെ. സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റാൻ ജേർണലിസവും ആക്ടിവിസവും ഒരുപോലെ കൊണ്ടുപോകുന്ന ഈ ചെറുപ്പക്കാരൻ ഇന്ന് ലോകശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പോരാട്ട വിജയം ആഘോഷിക്കാൻ മാതൃഭൂമിയും കേരള കൗമുദിയും ഫോട്ടോയ്ക്ക് പകരം ഗ്രാഫിക്സാണ് ഒന്നാം പേജിൽ ഉപയോഗിച്ചത്. ഇന്ത്യയിലെ ബഹുഭാഷാ പത്രങ്ങൾ വ്യത്യസ്ത രീതിയിലാണ് ഈ സംഭവത്തെ അവതരിപ്പിച്ചത്. കോക്രോച്ച് ജനതാ പാർട്ടി നയിച്ച സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രാജ്യത്തൊട്ടാകെ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. അതിൻ്റെ 2 ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായി. മഹാരാഷ്ട്രയിൽ ഒരു പെൺകുട്ടി പോലീസ് ബസ്സിനെ തടയുന്ന ചിത്രമാണ് അതിലൊന്ന്. ബീഹാറിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സമരക്കാർക്ക് നേരെ AK-47 തോക്കുപയോഗിച്ച് വെടിവെക്കുന്ന ചിത്രമാണ് മറ്റൊന്ന്. സമരക്കാരെ നേരിട്ട പോലീസിൻ്റെ ക്രൂരതയിൽ പ്രതിഷേധിച്ച് പാർലമെൻറ്റ് അങ്കണത്തിൽ പ്രകടനം നടത്തുന്ന പ്രതിപക്ഷ നേതാക്കളായ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ചിത്രങ്ങളും മാധ്യമങ്ങളിൽ കണ്ടു. സമരക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഓൾ ഇന്ത്യ അഗ്രികൾച്ചറൽ വർക്കേഴ്സ് യൂണിയൻ സംഘടിപ്പിച്ച സായാഹ്ന റാലിയിൽ മൊബൈൽ ഫോണിൻ്റെ ടോർച്ച് തെളിയിച്ച് നിൽക്കുന്ന പ്രവർത്തകരുടെ ചിത്രവും വേറിട്ട കാഴ്ചയായി. CJP നയിച്ച സമരത്തിന് പിന്നിൽ മറ്റൊരു ആളും കൂടി ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ പ്രമുഖ ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക്. അദ്ദേഹം ജന്തർ മന്ദറിലെ സമരപന്തലിൽ നിരാഹാരമനുഷ്ഠിച്ചിരുന്നു. കേന്ദ്രമന്ത്രിമാർ നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നിരാഹാരം അവസാനിപ്പിച്ച് വിജയാഹ്ലാദം പങ്കുവയ്ക്കുന്ന സോനം വാങ്ചുക്കിൻ്റെ ചിത്രവും മാധ്യമങ്ങളിൽ കണ്ടു. സമരം കൂടുതൽ പ്രക്ഷുബ്ധമാവുന്നതിന് മുമ്പ് കേന്ദ്രമന്ത്രി രാജിവെച്ചതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു. അത് കാരണം കൂടുതൽ ഗുരുതരമായ ചിത്രങ്ങളൊന്നും നമുക്ക് കാണേണ്ടി വന്നില്ല. മാധ്യമലോകത്തെ ആശയങ്ങളും സിദ്ധാന്തങ്ങളും മനുഷ്യ സമൂഹത്തെയും ജീവിതത്തെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് കേരള മീഡിയ അക്കാദമി ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ അധ്യാപകൻ വിഷ്ണുദാസ് സംസാരിക്കുന്നു. മീഡിയം ഈസ് ദ മെസ്സേജ് എന്ന സെഗ്മെന്റിലേക്ക് സ്വാഗതം. മീഡിയം ഈസ് ദ മെസ്സേജ് എന്ന പുതിയ സെഗ്മെന്റിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. മാധ്യമലോകത്തെ വിവിധ തരം ആശയങ്ങളും സിദ്ധാന്തങ്ങളും സമൂഹത്തിലും പൊതുജനങ്ങളുടെ ജീവിതത്തിലും എങ്ങനെ അവരെ മാറ്റി തീർക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള വിശകലനമാണ് ഈ സെഗ്മെന്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യ എപ്പിസോഡിൽ മീഡിയം ഇസ് ദ മെസ്സേജ് എന്ന ടൈറ്റിൽ തന്നെ നമ്മളിവിടെ വിശകലനം ചെയ്യുകയാണ്. കനേഡിയൻ പ്രൊഫസറും മാധ്യമ നിരൂപകനുമായിരുന്ന മാർഷൽ മക്ലൂഹന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള വചനമാണ് മീഡിയം ഇസ് ദ മെസ്സേജ്. മാർഷൽ മക്ലൂഹൻ 1960കളിലും 70കളിലും നിലവിലുണ്ടായിരുന്ന മാധ്യമങ്ങളെ, പ്രധാനമായും ടെലിവിഷനെ മുൻനിർത്തിക്കൊണ്ട് നടത്തിയ അദ്ദേഹത്തിന്റെ പഠനങ്ങളിലും അണ്ടർസ്റ്റാൻഡിങ് മീഡിയ എക്സ്റ്റൻഷൻ ഓഫ് മാൻ എന്ന പുസ്തകത്തിലും അദ്ദേഹം ആവർത്തിച്ചുറപ്പിച്ച ഒരു വാക്യമാണ് മീഡിയം ഇസ് ദ മെസ്സേജ്. എന്താണ് ഈ വാചകത്തിന്റെ അർത്ഥം? എന്താണ് ഈ ആശയം നമ്മോട് പറയുന്നത്? സാധാരണ രീതിയിൽ മാധ്യമ പഠനത്തിന്റെ ബാലപാഠങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നതിനെയാണ് നമ്മൾ മെസ്സേജ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു സന്ദേശം ചാനൽ ചെയ്യാനുള്ള ഒരു മാധ്യമത്തെയാണ് നമ്മൾ പഠിക്കുന്നത്. എന്നാൽ മക്ലൂഹൻ ഇവിടെ മാധ്യമങ്ങൾ തന്നെ മെസ്സേജായി മാറുന്നു എന്നാണ് നമ്മോട് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന്. നമുക്ക് ഓരോ മാധ്യമങ്ങളായി പരിശോധിച്ച് നോക്കാം. ഏറ്റവും ആദ്യം, നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ഇത്
നിങ്ങളുടെ ടെലിവിഷനിലാണ് കാണുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളൊന്ന് നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് നോക്കൂ. നിങ്ങളുടെ സ്വീകരണ മുറി കേന്ദ്രീകരിച്ചിരിക്കുന്നത് ടെലിവിഷനെ കേന്ദ്രമാക്കിക്കൊണ്ടായിരിക്കും. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നിങ്ങളുടെ സ്വീകരണ മുറി എങ്ങനെയാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിന്റെ കേന്ദ്ര ബിന്ദു നിങ്ങളുടെ ടെലിവിഷൻ ഏത് പൊസിഷനിൽ വരുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും. ടെലിവിഷനാണ് നമ്മൾ ആദ്യമായി സ്വീകരണ മുറിയിൽ ഒരുക്കുന്നത്. അതിനനുസരിച്ച് എവിടെ സോഫ സെറ്റ് വരണം, എവിടെ കസേരകൾ വരണം, എവിടെ ഡൈനിങ് ടേബിൾ വരണം, എവിടെയാണ് കർട്ടനുകൾ കൃത്യമായി ഇടേണ്ടത്, എവിടെയാണ് സൂര്യപ്രകാശത്തെ കൺട്രോൾ ചെയ്യേണ്ടത്, എവിടെയാണ് നമ്മൾ ലൈറ്റുകൾ ഫിക്സ് ചെയ്യേണ്ടത്, ഇതെല്ലാം നമ്മൾ ചിന്തിക്കുന്നത് ടെലിവിഷന് ഒരു തടസ്സവുമില്ലാതെ കാണാൻ പറ്റുന്ന സ്ഥാനത്ത് ടെലിവിഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ടെലിവിഷനുമായി അതിലെ മെസ്സേജുകളുമായി നേരിട്ട് ഒരു ബന്ധവുമില്ലാത്ത നമ്മുടെ സ്വീകരണ മുറി എങ്ങനെ അറേഞ്ച് ചെയ്യണമെന്നുള്ളത് പോലും ആ മാധ്യമം നിർണയിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പഴയൊരു പ്രസിദ്ധമായിട്ടുള്ള അമേരിക്കൻ സിറ്റ്കോം ഓർമ്മയുണ്ടാവും. ഫ്രണ്ട്സ് എന്നാണ് അതിന്റെ പേര്. വളരെ പ്രസിദ്ധമാണ്. പഴയകാല ആൾക്കാർക്കിടയിലും പുതിയ ആൾക്കാർക്കിടയിലും തരംഗമായിട്ടുള്ള ഒരു സിറ്റ്കോമാണ്. അതിലൊരു പ്രത്യേക എപ്പിസോഡില് അതിലെ ജോയ് എന്നുള്ള കഥാപാത്രം ഒരാളോട് സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നു, എൻ്റെ വീട്ടിൽ TV ഇല്ല, ഞാൻ കാണാറില്ല എന്ന്. അപ്പോൾ ജോയ് എന്ന കഥാപാത്രം അദ്ദേഹത്തോട് ചോദിക്കുന്നത്, പിന്നെ നിങ്ങളുടെ ഫർണിച്ചറുകളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ പോയിന്റ് ചെയ്തിരിക്കുന്നതെന്നാണ്, എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ മാധ്യമം തന്നെ ഒരു മെസ്സേജായി മാറുന്നു. നമ്മുടെ ജീവിതം എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യണം, നമ്മുടെ ഇടങ്ങൾ എങ്ങനെ പുനരേകീകരിക്കണമെന്ന് മാധ്യമങ്ങൾ തന്നെ തീരുമാനിക്കുന്നു. മറ്റൊരു ഉദാഹരണം നോക്കൂ. റേഡിയോ. രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ഉപയോഗിച്ചിരുന്ന, പ്രത്യേകിച്ച് രാഷ്ട്രീയമായ പ്രൊപ്പഗൻഡകൾക്കായി ഉപയോഗിച്ചിരുന്ന ഒരു മാധ്യമം റേഡിയോ ആയിരുന്നു. ഇന്നും പ്രധാനപ്പെട്ട ലോക നേതാക്കളെല്ലാം ജനങ്ങളോട് സംവദിക്കാനായി റേഡിയോ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് റേഡിയോയ്ക്ക് ഒരു പ്രത്യേകത? ആ റേഡിയോ എന്ന് പറയുന്ന മാധ്യമത്തിൽ നിന്ന് വരുന്ന മെസ്സേജിനല്ല, റേഡിയോ എന്ന് പറയുന്ന മാധ്യമം തന്നെ ഓത്തന്റിക് ആയിട്ടുള്ള, അതോറിറ്റേറിയൻ ആയിട്ടുള്ള ഒരു നിലപാടുള്ള ഒരു മാധ്യമമാണ്. നമ്മൾ പുരാണത്തിലേക്ക് അശരീരി എന്ന് കേട്ടിട്ടില്ലേ? ഒരാൾ നേരിട്ട് വന്ന് സംസാരിച്ചാൽ നമ്മൾ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ ആധികാരികത അശരീരികൾക്ക് നമ്മൾ നൽകാറുണ്ട്. ഭാഗവതത്തിലും രാമായണത്തിലും ഒക്കെ അശരീരികളുടെ കഥകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? റേഡിയോയിലൂടെ ഒരു രാജ്യത്തിന്റെ നായകൻ അല്ലെങ്കിൽ ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ സംസാരിക്കുമ്പോൾ അതിന് കിട്ടുന്ന ആധികാരികത വളരെ വലുതാണ്. അത് ടെലിവിഷനിൽ വന്ന് സംസാരിക്കുന്നതിനേക്കാൾ വ്യത്യാസവുമാണ്. വളരെ രസകരമായ മറ്റൊരു കാര്യം പറഞ്ഞാൽ, അമേരിക്കയിലെ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഒരു പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടന്നു. അപ്പോൾ നമുക്കറിയാം, അമേരിക്കയിലെ ഇലക്ഷന് മുമ്പായിട്ട് പ്രസിഡൻഷ്യൽ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പരസ്പരം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് അവരുടെ വാദമുഖങ്ങളൊക്കെ അവതരിപ്പിക്കുകയും ജനങ്ങളോട് സംവദിക്കുകയും ചെയ്യാറുണ്ട്. അന്ന് ഈ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയിട്ടുള്ള രണ്ടുപേരും റേഡിയോയിലൂടെയും ടെലിവിഷനിലൂടെയും ജനങ്ങളോട് സംവദിച്ചു. റേഡിയോ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരും വിചാരിച്ചിരുന്നത് അതിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവാണ് ഏറ്റവും നന്നായി സംസാരിച്ചതെന്നാണ്. എന്നാൽ ടെലിവിഷൻ കണ്ടവർ ഏറ്റവും കോൺഫിഡന്റ് ആയി നന്നായിട്ട് സംസാരിച്ചത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണെന്നാണ് വിചാരിച്ചത്. ഇതെങ്ങനെയാണ് ആ മാറ്റം വന്നത്? അതാണ് ആ മാധ്യമം ഇടയിൽ നടത്തിയ ഇടപെടൽ. റേഡിയോ കേട്ട ആൾക്കാർ ശരീരഭാഷയോ ആളെയോ ഒന്നും കാണുന്നില്ല, ശബ്ദം മാത്രമാണ് കേൾക്കുന്നത്. എന്നാൽ TV കാണുന്ന ആൾ കുറച്ചുകൂടി ആ വ്യക്തിയെ അറിഞ്ഞുകൊണ്ട് ശരീരഭാഷ മനസ്സിലാക്കിക്കൊണ്ടാണ് അത് കേട്ടത്. ഇവിടെയും മാധ്യമങ്ങൾ തന്നെ ഒരു പുതിയ മെസ്സേജായി മാറുന്നു. ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. നമുക്ക് സിനിമയെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. നമ്മൾ സിനിമ കാണുന്നു, സിനിമയിലൂടെ പലതരത്തിലുള്ള മെസ്സേജുകൾ നമുക്ക് വരുന്നു. പക്ഷെ സിനിമ തന്നെ നമ്മുടെ ഒരു മെസ്സേജായി മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സുഹൃത്തുക്കളിൽ എത്ര പേരുടെ കൂടെ നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമകൾ കണ്ടിട്ടുണ്ട്? തിയേറ്ററിൽ കൂടെ പോയി സിനിമ കാണുന്ന സുഹൃത്ത് ഒരു സാധാരണ സുഹൃത്താവാൻ സാധ്യതയില്ല. കുറച്ചുകൂടി സൗഹൃദം വളരുമ്പോഴാണ് നമ്മൾ തിയേറ്ററുകളിൽ പോകുന്നത്. അല്ലെങ്കിൽ അതും പോട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വലിയ ആഘോഷം നടക്കുന്നു, ഒരു ഫെസ്റ്റിവൽ നടക്കുന്നു, ഓണമോ റംസാനോ ക്രിസ്മസോ എന്തെങ്കിലും ആവട്ടെ. നമ്മുടെ ആഘോഷങ്ങൾ അവസാനിക്കുന്നത് ഈ അടുത്ത് വരെയും എല്ലാ കുടുംബാംഗങ്ങളും കൂടെ ഒരുമിച്ച് ഒരു സിനിമയ്ക്കും കൂടെ പോകുമ്പോഴാണ്. അപ്പൊ സിനിമയിൽ നിന്ന് നമ്മൾ എന്ത് കാണുന്നു, അവിടുത്തെ മെസ്സേജ് എന്തെന്നുള്ളതല്ല, തിയേറ്ററിൽ പോയി എല്ലാവരും ഒരുമിച്ചിരുന്ന ഒരു സിനിമ കാണുക എന്നത് തന്നെ ഒരു സോഷ്യൽ മെസ്സേജായി മാറുന്നു. മതേതരമായി ജനങ്ങളെ എല്ലാം ഒരുമിപ്പിച്ച് അടുപ്പിക്കാനുള്ള ഒരു ഇടമായി, ഒരു പൊതു ഇടത്തെ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു പരിപാടി കൂടി തിയേറ്റർ ചെയ്യുന്നുണ്ട്. ഇതും മാധ്യമം തന്നെയാണ് മെസ്സേജ് എന്ന മക്ലൂഹന്റെ അഭിപ്രായത്തെ ശരിയിടുന്നതാണ്. മറ്റൊരു ഉദാഹരണം നോക്കൂ. സ്കൂളിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥികൾ ഒരു ദിവസം അവരുടെ വാട്സപ്പിൽ, വൈകുന്നേരം സ്കൂളും കോളേജും കഴിഞ്ഞൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് കാണുന്നു, നാളെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? ശരി, അങ്ങനെ ഒരു അറിവ് നമുക്ക് കിട്ടി, പക്ഷെ നമ്മൾ അത് ഉറപ്പിക്കാൻ സാധ്യത കുറവാണ്. കാര്യം എന്താണ്? അത് വന്ന മാധ്യമം സോഷ്യൽ മീഡിയ ആണ്. ശരിയല്ലേ? സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന ഒരു വാർത്തയെ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കണമെന്നില്ല.
എന്നാൽ അവിടുത്തെ മെസ്സേജ് എന്താണ്? നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി എന്നുള്ളതാണ്. നമ്മൾ അന്ന് വൈകുന്നേരം ടെലിവിഷൻ വെച്ച് നോക്കും. മലയാളത്തിലെയോ ഏതെങ്കിലും ഒരു പ്രമുഖമായിട്ടുള്ള വാർത്താ ചാനൽ വെച്ച് ആ വാർത്ത വരുന്നുണ്ടോ എന്ന് നോക്കും. അപ്പോൾ താഴെ എന്ത് ചെയ്യുന്നു? എഴുതി കാണിക്കുന്നു, നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. അവതാരകനും പറയുന്നു നാളെ അവധിയാണ്. അപ്പോൾ നമുക്കൊരു 80% 90% വിശ്വാസമാകുന്നു. അതെ, ടെലിവിഷൻ ചാനലിൽ വന്നിരിക്കുന്നു, അപ്പോൾ വാർത്ത കൃത്യമാണ്. എങ്കിലും പിറ്റേ ദിവസം രാവിലെ പത്രം കൂടി കയ്യിലെടുത്ത് പത്രത്തിൽ അച്ചടിച്ച വാർത്ത കാണുമ്പോൾ, ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി എന്നുള്ള അച്ചടിച്ച വാർത്ത കാണുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായി 100% ആ വാർത്തയിൽ ഒരു വിശ്വാസം വരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? നോക്കൂ, 3 മാധ്യമങ്ങളിലെയും മെസ്സേജ് ഒന്നായിരുന്നു, നാളെ ക്ലാസ് ഇല്ല എന്നുള്ളതാണ്. പക്ഷേ 3 മാധ്യമങ്ങളിലൂടെ പറയുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന അതിന്റെ ക്രെഡിബിലിറ്റിക്കും വിശ്വാസ്യതയ്ക്കും വ്യത്യാസമുണ്ട്. അപ്പോൾ മക്ലൂഹൻ പറയുന്നത് ഈ ഒരു അടിസ്ഥാനത്തിലാണ്. ഓരോ മാധ്യമങ്ങളും മനുഷ്യരെ മാറ്റി തീർക്കുന്നുണ്ട്. ഓരോ മാധ്യമങ്ങളുടെ ഇടപെടലുകളിലൂടെയും മനുഷ്യർ മറ്റൊന്നായി മാറുന്നുണ്ട്, സമൂഹത്തെ തന്നെ പുനഃക്രമീകരിക്കുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന് പുസ്തകങ്ങൾ എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായ ഒരു വസ്തുവായിരുന്നു. പ്രിന്റിംഗ് എന്ന് പറയുന്ന ഒരു പുതിയ ടെക്നോളജിയും പ്രിന്റ് എന്ന് പറയുന്ന മാധ്യമവുമാണ് പുസ്തകങ്ങൾ സാധ്യമാക്കിയത്. പുസ്തകങ്ങളോടൊപ്പം തന്നെ അച്ചടിച്ച് വന്ന വർത്തമാന പത്രങ്ങൾ, മാഗസീനുകൾ, ഇവയിൽ ഉപയോഗിച്ച ഭാഷ എന്നിവ ചേർന്നാണ് നമ്മുടെ പുതിയ ദേശീയതകളെ, ദേശരാഷ്ട്രങ്ങളെ രൂപീകരിച്ചത്. 17-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലും ഉദയം കൊണ്ട പുതിയ ദേശരാഷ്ട്രങ്ങളിലെ ജനങ്ങളെല്ലാം ഏകീകൃതരായത് അവരുടെ ദേശീയമായ പഴയ ഭൂതകാല മിത്തുകൾ കൊണ്ട് മാത്രമല്ല, അന്ന് പുറത്തിറങ്ങിയിരുന്ന വർത്തമാന പത്രങ്ങൾ കൊണ്ടുകൂടിയാണ്. ഒരു പത്രത്തിലൂടെ പ്രിന്റ് അടിച്ച് വന്ന ഒരേ ഭാഷയിൽ വായിക്കുന്ന, ഒരേ പ്രശ്നം വായിക്കുന്ന ജനത തങ്ങൾ ഒരു ജനതയാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രിന്റ് ക്യാപിറ്റലിസം രൂപം കൊടുത്ത ഒരു വലിയ സ്വാധീനം കൂടി പുതിയ കാലത്തെ ദേശരാഷ്ട്രങ്ങൾക്കുണ്ട്. ഇങ്ങനെ ഓരോ മാധ്യമങ്ങൾ മാറുമ്പോഴും നമ്മുടെ ചിന്താഗതി മാറുന്നുണ്ട്. ഒരു പുസ്തകം വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഇൻഡിവിജ്വൽ കൂടി ഉണ്ടാകുന്നുണ്ട്. ഒരു പുസ്തകത്തിലെ ഗ്രന്ഥകാരൻ തങ്ങളോടാണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് തോന്നും. നമുക്ക് വേണ്ടെടുത്ത് അത് നിർത്തി ചിന്തിച്ച്, വരികൾക്കിടയിൽ വായിച്ച്, വരികൾക്കപ്പുറത്ത് വായിച്ച്, പല പല ആശയങ്ങൾ അപഗ്രഥനം ചെയ്തുകൊണ്ട് നമുക്ക് വായന മുമ്പോട്ട് കൊണ്ടുപോകാം. ഒരു വ്യക്തിയും ഗ്രന്ഥകാരനും തമ്മിലുള്ള ആത്മഭാഷണമായിട്ട് പലപ്പോഴും പുസ്തകം മാറാറുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു ടെലിവിഷനിലോ സിനിമയിലോ ആണ് ഇത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗ്യാപ്പ് കിട്ടില്ല, നിങ്ങൾക്ക് ആ ഇടവേളകൾ കിട്ടില്ല. അപ്പോൾ ഇൻഡിവിജ്വലിന്റെ സ്ഥാനം ചിലപ്പോൾ നഷ്ടമാകും. ആധുനിക കാലഘട്ടത്തിലാണെങ്കിലോ 1 മിനിറ്റിലോ 30 സെക്കൻഡിലോ അവസാനിക്കുന്ന റീലുകളിലാണ് നമ്മൾ ഇന്ന് ഏറ്റവും അധികം ആശയങ്ങൾ കൈമാറുന്നത്. 10-15 റീലുകൾ കടന്നുപോയി കഴിയുമ്പോൾ ആദ്യത്തെ റീലിലെ സന്ദേശം എന്തായിരുന്നു എന്ന് നമ്മൾ മറന്നു പോകുന്നു. ആ സമയത്ത് ആ റീല് തന്നെ ഒരു സന്ദേശമായി മാറുന്നു. മക്ലൂഹൻ പറഞ്ഞതുപോലെ മീഡിയം ഇസ് ദ മെസ്സേജ്. 1 മിനിറ്റിനപ്പുറത്തേക്ക് നമുക്ക് കോൺസെൻട്രേഷൻ നിലനിർത്താൻ കഴിയാത്ത രീതിയിലേക്ക് നമ്മുടെ ചിന്താ പദ്ധതികളെ എന്ത് ചെയ്യുന്നു? ഒരു പുതിയ മാധ്യമം മാറ്റി തീർക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ചുറ്റുമുള്ള മാധ്യമങ്ങളെ ഒരു പ്രത്യേക രീതിയിലൂടെ പഠിക്കാനും ചിന്തിക്കാനും വിശകലനം ചെയ്യാനും മക്ലൂഹന്റെ ഈ ആശയത്തിന് കഴിയും. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഏത് മാധ്യമം ഉപയോഗിച്ചാലും ആ മാധ്യമത്തിൽ വന്ന മെസ്സേജിനേക്കാൾ ഉപരിയായി ഈ മാധ്യമം നമ്മളോട് എന്ത് പറയുന്നു എന്ന് കൂടി ചിന്തിക്കുക. അവസാനമായി ഒരു ചെറിയ ഉദാഹരണം കൂടി പറഞ്ഞിട്ട് നിർത്താം. നമ്മളിപ്പോൾ ഏറ്റവും അധികം ആഘോഷിച്ചത് ഫുട്ബോൾ ആണല്ലോ, അല്ലെങ്കിൽ അടുത്ത ഇനി ക്രിക്കറ്റ് മത്സരങ്ങൾ വരുന്നുണ്ട്. സ്പോർട്സ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ എടുത്തു നോക്കുക. കായിക വിനോദങ്ങൾ യഥാർത്ഥത്തിൽ ഗ്രൗണ്ടിൽ നടക്കുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ ഗ്രൗണ്ടിലെ അനുഭവമല്ല നമ്മുടെ സ്വീകരണ മുറിയിൽ എത്തുന്നത്. അവിടെ സ്വീകരണ മുറിയിൽ ക്ലോസപ്പ് ഷോട്ടുകളിലൂടെയും കൃത്യമായിട്ടുള്ള പാനിങ് ടിൽറ്റ് ഷോട്ടുകളിലൂടെയും കളിക്കാരുടെ കായിക മികവിന് ഒപ്പം അവരുടെ പെർഫോമൻസ് കൂടി നമ്മുടെ ഉള്ളിലേക്ക് എത്തുകയാണ്. അപ്പോൾ പെർഫോമൻസിന്റെ ഒരു മാതൃക കൂടി ആ മാധ്യമം കളിക്കാരുടെ മേൽ ചാർത്തുകയാണ്. അങ്ങനെ അവിടെയും മീഡിയം തന്നെ ഒരു മെസ്സേജായി മാറുന്നു. രസകരമായ ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ സെഗ്മെന്റ് അവസാനിപ്പിക്കാം. മീഡിയം ഈസ് ദ മെസ്സേജ് എന്ന വാക്യം പുസ്തക രൂപത്തിൽ ആദ്യമായി അച്ചടിക്കുമ്പോൾ അതിലൊരു അക്ഷരപ്പിശക്, ഒരു അച്ചടി പിശക് കടന്നുകൂടിയിരുന്നു. അന്ന് മീഡിയം ഈസ് ദ മെസ്സേജ് എന്നതിന് പകരം മീഡിയം ഈസ് ദ മസാജ് എന്ന് തെറ്റായി ചില പുസ്തകങ്ങളിൽ ആദ്യകാലത്തെ പ്രതികളിൽ അച്ചടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ മക്ലൂഹൻ ഉദ്ദേശിച്ചത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആ ഒരു അച്ചടി പിശകും വളരെയധികം ഉപകാരപ്രദമാണ്. കാരണം നമുക്ക് ചുറ്റുമുള്ള മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ നമ്മളെ മസാജ് ചെയ്യുക കൂടിയാണ്. നമ്മുടെ മസ്തിഷ്കത്തെയും നമ്മുടെ ബോധത്തെയും നമ്മുടെ ചിന്തയെയും മസാജ് ചെയ്ത് പരുവപ്പെടുത്തുന്നുണ്ട് മാധ്യമങ്ങൾ. അപ്പോൾ ഈ അവസരത്തിൽ അത്തരം ഒരു കൗതുക കാര്യം കൂടി ഓർക്കുന്നത് ഈ ഒരു സെഗ്മെന്റുമായി ബന്ധപ്പെട്ട് വളരെ അനുയോജ്യമായിരിക്കും. മാധ്യമജാലകത്തിന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.